ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. നാം ഇത് കണ്ടുമുട്ടുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ 57 മുതൽ 62 വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവർ പിതാവിനാൽ വിളിക്കപ്പെടാതെ ആരും തന്നിലേക്ക് വരുന്നില്ലെന്ന് ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നിലേക്ക് വിളിക്കപ്പെട്ടവർ, തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നു ചേർന്നവർ പിന്തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. അതിങ്ങനെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാവരും സ്വർഗരാജ്യത്തിന് യോഗ്യരാണ്. ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്നും ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും തന്റെ തിരുശരീര രക്തങ്ങൾ വഴി മനുഷ്യകുലത്തെ അവരുടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പുതിയൊരു ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവനാണെന്നും വിശ്വസിക്കുന്ന എല്ലാവരും തന്റെ മഹത്വത്തിൽ പങ്കാളികളാകും. ഈ അപൂർവ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും ഉള്ളതാണ്. അവിടെ തന്നെ ജനത്തെ നയിക്കുവാനായി വിശേഷാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പൗരോഹിത്യ പദവിയിലിരിക്കുന്ന ശിക്ഷിക്കണം. പത്രോസ്ലീഹ വഴി കർത്താവ് അരുളി ചെയ്തു: യോനായുടെ പുത്രനായ ശിമയോനെ, നീ പാറയാകുന്നു. നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. ആ സഭയാണ് ഇന്നറിയപ്പെടുന്ന ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവരും ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളാണ്. അവരെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരും പുരോഹിതന്മാരും സമർപ്പിതരുമെല്ലാം രൂപം കൊണ്ടത്. ആ രൂപം കൊണ്ട പുരോഹിതർക്ക് അവിടുന്ന് കൊടുത്ത അവകാശങ്ങളാണ് പത്രോസ്ലീഹായിലൂടെ സഭയിൽ പരിശുദ്ധാത്മാവ് വഴി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയുടെ സ്രോതസ്സുകൾ. ഇതെല്ലാം സഭാവിശ്വാസികളെക്കാളും ഉപരിയായി സ്വായത്തമാക്കിയവരാണ് പുരോഹിതർ. ആയതുകൊണ്ട് ഈ പുരോഹിതർ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെ
ഭർത്താക്കന്മാരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കുടുംബം സഭയുടെ ഏറ്റവും സനാതനമായ ഭാഗമാണ്. കുടുംബത്തിൽ നിന്നാണ് ദൈവജനം ഉണ്ടാകുന്നത്. കുടുംബത്തെ പരിപാലിക്കുന്നത് ഒരു പിതാവും ഒരു മാതാവുമാണ്. മാതാവിന് മക്കളെ സമ്പാദിക്കുക എന്ന ദൗത്യം മാത്രമേ ദൈവമായ പിതാവ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളൂ. മക്കളെ സമ്പാദിക്കുക, അവരെ തന്റെ മക്കളായി വളർത്തുക, ഇതാണ് മാതാവിന്റെ ചുമതല. ഭർത്താവിന്റെ ചുമതല അങ്ങനെയല്ല. ആ കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ടുന്ന എല്ലാ ഭാരവും ഭർത്താവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. താൻ ഏറ്റെടുത്ത ഭാരമാണ് സഭ. ആ സഭയെ ദൈവരാജ്യത്തിലെത്തുന്നതുവരെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെയാണ് ഓരോ വൈദികന്റെയും ചുമതലയും. തന്നെ നൊന്തുപെറ്റ അമ്മയെയും വളർത്തി പരിപാലിച്ച പിതാവിനെയും അവൻ ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തുവിന്റെ പുറകെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത്. അവന്റെ ഏക ലക്ഷ്യം ക്രിസ്തു അവനെ ഏൽപ്പിച്ച ദൗത്യം ക്രിസ്തുവിന് വേണ്ടി പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ്. ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് എന്നതിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ആയതുകൊണ്ട് ഒരു പുരോഹിതനും ഒരു സന്യസ്തനും ഒരു സന്യാസിനിയും ഒരു കുടുംബസ്ഥനും തങ്ങൾ വഹിക്കുന്ന ആ ഭാഗഭാഗിത്വത്തിന് സ്വയം കടന്നു വന്നവരല്ല, തങ്ങളുടെ ഇഷ്ടപ്രകാരം കടന്നു വന്നവരല്ല. അവിടുന്ന് തെരഞ്ഞെടുത്ത് അഭിഷേകിച്ച് അയച്ചവരാണ്. അപ്പോൾ അവർ അവരുടെ കടമകളിൽ നിന്നും പിന്മാറിപ്പോയാൽ, അവരുടെ കടമകളിൽ നിന്നും പിന്തിരിഞ്ഞാൽ അവർ ദൈവരാജ്യത്തിന് യോഗ്യരല്ല. അതെ, ഇന്ന് നമ്മളുടെയെല്ലാം മക്കളാണ് വൈദികരായി രൂപം കൊള്ളുന്നത്. നമ്മളിലുള്ള കുറവുകളും പോരായ്മകളുമെല്ലാം അവരിലും കാണാൻ സാധ്യതയുണ്ട്. കാരണം വാജ്യാലുള്ളത് തൂത്താൽ പോകൂല. നാം എനിക്കൊരു ദൈവ പൈതലിനെ തരണം എന്നാവശ്യപ്പെട്ടിട്ടല്ല നമ്മൾക്കെല്ലാം മക്കൾ ജനിക്കുന്നത്. വ്യക്തമായി ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്, പുരുഷന്റെ ഇംഗിതത്തിൽ നിന്നും മനുഷ്യരുടെ ഇച്ഛയിൽ നിന്നും ജനിച്ചവരിൽ വലിയവനാണ് സ്നാപക യോഹന്നാൻ. അവനേക്കാൾ വലിയവൻ മനുഷ്യച്ചയിൽ ജനിച്ചിട്ടില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ സ്നാപക യോഹന്നാന്റെ മാതാവും പിതാവും മക്കളില്ലാതെ അതിയായ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ്
മാലാഖ വന്ന് സക്രിയാസിന് പ്രത്യക്ഷപ്പെടുന്നതും നിനക്കൊരു പുത്രൻ ജനിക്കുമെന്നുമെല്ലാം പ്രവചിക്കുന്നത്. സക്രിയായ്ക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രമാത്രം പ്രായാധിക്യം വന്നവനായിരുന്നു. പിന്നീട് മകനുണ്ടായപ്പോഴാണ് അത് മകനെ പ്രസവിച്ചതിന് ശേഷം പേര് വിളിക്കാൻ ചോദിച്ചപ്പോഴാണ് സക്രിയ പറയുന്നത് മാലാഖ കൊടുത്ത നാമം വെളിപ്പെടുത്തുന്നത്. അതായത് സ്നാപം യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോഴാണ് സക്രിയയുടെ സംസാരശേഷി വീണ്ടും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ദൈവത്താൽ വിളിക്കപ്പെടുന്നവരാണ് ഓരോ വൈദികരും. അതുകൊണ്ട് തന്നെ ദൈവം വിളിച്ച ചുമതല വഹിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. തങ്ങൾ ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുന്നത് ഒരിക്കലും ദൈവരാജ്യത്തിന് ചേരുന്ന പ്രവൃത്തിയല്ല. കാരണം തന്റെ മുമ്പിൽ ദൈവത്തിന്റെ കുഞ്ഞാടുകളും തള്ളാടുകളും വലിയ ആടുകളും ഒരുപാടുണ്ട്. വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്, വിളവോ അധികം, വേലക്കാരോ ചുരുക്കം. അത് ആയതിനാൽ വിളവിന്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഓരോ വൈദികനും രൂപം കൊള്ളുന്നത്. ഈ കൃഷിയിടത്തിലെ വേലക്കാരാണ് ഓരോ വൈദികരും. അപ്പോൾ തങ്ങൾ കടന്നു വന്ന വഴിയിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ടു പോന്ന പലതും നഷ്ടമായി പോയോ എന്ന് മനസ്സ് ചഞ്ചലപ്പെടുവാൻ സാധ്യതയേറെയാണ്. കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് വിളിച്ചു. ഈ വിളിച്ചവരാരും അവിടുത്തെ വിളി കേട്ടവരുടെ പുറകെ പോയത് കൂടാതെ പിന്തിരിഞ്ഞ് അവരുടെ സ്വഭവനങ്ങളെ തേടിപ്പോയതായി ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവർ പിന്നെ യേശുവിനോട് കൂടെയായിരുന്നു. നാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നാം പിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ നമ്മൾക്കെല്ലാം വേദന ഉളവാക്കുന്നതാണ്. വിട്ടുപോന്നു, നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അവർ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട്, നമ്മൾ അവരെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് അനുകമ്പയും വാത്സല്യവും കൂടുതൽ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അതിനേക്കാൾ എത്രയോ വലുതാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിൽ നമ്മൾ പൂർണ്ണമായും നിയോഗിക്കപ്പെടാനുള്ളവരാണ്. പലപ്പോഴും ഇന്നത്തെ സമർപ്പിതർക്ക് ഈ യാഥാർത്ഥ്യത്തിൽ വീഴ്ച വന്ന് പോയിട്ടുണ്ടോ എന്ന് വളരെയധികം ഖേദപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ പരിവാരങ്ങളെ, മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ അവർക്ക് ഉപേക്ഷിക്കുവാൻ ആകുന്നില്ല. സന്യസ്തരാണെങ്കിൽ അവർക്ക് അവരുടെ കൂടപ്പുറപ്പുകളെ, മാതാപിതാക്കളെ വിട്ടുപിരിയാനാകുന്നില്ല. എല്ലാവരും കർത്താവിന്റെ പുറകെ വന്നവരാണ്, കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. പക്ഷേ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. കർത്താവിനേക്കാൾ ഉപരിയായി അവർ തങ്ങളുടെ ബന്ധങ്ങളെ സ്നേഹിക്കുന്നു.
അതിന്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണോ, പലപ്പോഴും അവർ തന്നെ വേദനാജനകമായ ചില വഴിത്താരയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. നാം ഏറ്റെടുത്ത ദൗത്യം ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. നാം സുബോധമുള്ളവരായിരിക്കണം എപ്പോഴും. നാം ഒരു പരിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെടേണ്ടതാണ്. പരിശുദ്ധ കുർബാന ആയി രൂപാന്തരപ്പെടുക എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മാതാവിനും പിതാവിനും എൻ്റെ സഹോദരങ്ങൾക്കും പ്രത്യാശയുടെ മകുടമായിരിക്കാം. അവരുടെ ആശകളെല്ലാം എന്നിൽ നിക്ഷിപ്തമായിരിക്കാം. പക്ഷേ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആടുകളെ മേയ്ക്കാനാണ്. ആ യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. അത് നിറവേറ്റുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ വിളിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്നുള്ളൂ, വിലമതിക്കുന്നുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ കുറവ് അതുതന്നെയാണ്. ഏതൊരു വൈദികനുണ്ട് തൻ്റെ മാതാപിതാക്കളെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർ, തൻ്റെ കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ. ഏതൊരു സന്യാസിനിയുണ്ട് തൻ്റെ കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായിട്ട്? സാധാരണക്കാരായ മനുഷ്യരാരും ദൈവത്തിന്റെ ദൈവശാസ്ത്രം പഠിച്ചവരല്ല. അവരെല്ലാം വൈദികരും സന്യസ്തരും പറഞ്ഞു കൊടുക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതും കണ്ടും കേട്ടും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഈ സാധാരണ ജനം. അവരെ സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് സമർപ്പിതരുടേത്. അവിടെ പലപ്പോഴും പാളിച്ച വരുന്നു, പാളിപ്പോകുന്നു, ഫലമോ കർത്താവ് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെടുന്നു. അതിൽ പുഴുക്കുത്തുകൾ കയറുന്നു. ക്ഷുദ്രജീവികൾ അതിൽ വാസം വയ്ക്കുന്നു. ഓരോ ക്ഷുദ്രജീവിയും അവന്റെ താല്പര്യത്തിനൊത്ത വിധം ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയെ പോലെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റുന്നു. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിതരെ, അഹിതമായി ഞാൻ പറയുന്നതിനെ വിധിക്കരുതേ. നിങ്ങൾ മുറിക്കപ്പെടുവാനുള്ളവരാണ്. നിങ്ങൾ കുർബാനയായി തീരേണ്ടവരാണ്. ഓരോ പിതാവും മാതാവും ഒരു കുർബാനയാണ്. ഓരോ വൈദികനും സന്യാസിനിയും കുർബാനയാണ്. മുറിക്കപ്പെടേണ്ടവരാണ്. മുറിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ടാകും, രക്തം വാർന്നു വരും, ദുസ്സഹമായ വേദനകൾ ഉണ്ടാകും. നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ കുടുംബം വിട്ട് ഞാനൊരു വൈദികനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് വേദനകൾ കടിച്ചൊതുക്കണം. ഒരു വൈദികന്റെ തിരുപ്പട്ടം
ലഭിക്കുന്നത് കാണാനിടയായാൽ ഏതൊരു ഹൃദയവും അവിടെ വിതുമ്പിപ്പോകും. ഒരു സന്യാസിനിയുടെ ആ വ്രതം സ്വീകരിക്കുന്നത് കാണാനിടയായാൽ അവിടെയും വിതുമ്പിപ്പോകും. കാരണം എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ എനിക്ക് അന്യയാണ്. എന്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ എനിക്ക് അന്യനാണ്. ഞാൻ വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നാളെ അന്യനാണ്. അതെ, ഞാനറിയുന്ന ഒരു വൈദികൻ എനിക്കുണ്ട്. ഈ വൈദികന്റെ മറ്റൊരു സഹോദരൻ നാട്ടിലില്ലായിരുന്നു. ആ സമയത്ത് വൈദികന് അമ്മ ഒറ്റയ്ക്കാണ് താമസം. അമ്മയ്ക്ക് രോഗം വന്നു, കലശലായി. അടുത്തുണ്ടായിരുന്നവർ തൊട്ടടുത്തൊരു ആസ്പത്രിയിൽ കൊണ്ടുവന്നു. അത് സഭയുടെ ഒരു ആസ്പത്രിയായിരുന്നു. വൈദികൻ ഫോൺ വന്നു, വൈദികൻ പോയി. പിറ്റേ ദിവസം ഞാനും അവിടെ നിന്ന് പോയിരുന്നു. ഞാൻ കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ എനിക്ക് വൈദികനോട് വെറുപ്പ് തോന്നി. കാരണം തന്റെ അമ്മയാണ് ഇതെന്ന് വൈദികന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും തന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു കട്ടിലിനു വേണ്ടി യാചിക്കാൻ, ആവശ്യപ്പെടാൻ തന്റെ മേലധികാരികളോട് അദ്ദേഹം തിരിഞ്ഞില്ല. അദ്ദേഹം തന്ന മറുപടി ഇങ്ങനെയാണ്: അപ്പുറത്ത് കിടക്കുന്ന അമ്മമാരും സഹോദരങ്ങളും അവർക്ക് കിട്ടുന്നത് മാത്രമേ എൻ്റെ അമ്മയ്ക്കും വേണ്ടൂ. അങ്ങനെ ആ അമ്മ വാർഡിൽ ഒരു കട്ടിലിൽ കിടന്ന് ചികിത്സിക്കപ്പെട്ടു. ഒരു വാക്ക് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആ വൈദികന് ഒരു റൂം കിട്ടും. യഥാർത്ഥത്തിൽ അന്ന് റൂമിന് ബുദ്ധിമുട്ടുണ്ട്, കാര്യം ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ അമ്മയ്ക്കത് വേണം എന്ന് എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുമായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ആ കിടക്കുന്ന വാർഡിൽ കിടക്കുന്നവരെ പോലെ തന്നെയാണ് എൻ്റെ അമ്മയും. അവർക്കില്ലാത്ത സൗകര്യമൊന്നും എൻ്റെ അമ്മയ്ക്കും വേണ്ട. ഞാൻ വളരെ അധികം അന്ന് വേദനിച്ചു. എന്ത് മനസാക്ഷിയില്ലാത്ത സംസാരമാണെന്നൊക്കെ ചിന്തിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞതാണ് വാസ്തവം. കാരണം അദ്ദേഹം ഇറങ്ങിപ്പോന്നപ്പോൾ എൻ്റെ അമ്മ ഉപേക്ഷിച്ചു, എൻ്റെ അപ്പൻ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം ജീവിക്കുന്നത് ദൈവജനത്തിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന്റെ മണവാട്ടിയെ പരിപാലിക്കുവാൻ വേണ്ടിയാണ്. അതാണ് തന്റെ ബാധ്യതയെന്ന് ആ വൈദികൻ തിരിച്ചറിഞ്ഞിരുന്നു. തൽഫലമായി അദ്ദേഹം മറ്റെല്ലാം ഉപേക്ഷിച്ചു. എല്ലാവരും അങ്ങനെയായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പലപ്പോഴും അങ്ങനെ ആവാൻ പറ്റില്ല. എന്നാലും പരിശ്രമിക്കണം. കുർബാനയാകണം എന്നുള്ള തീരുമാനം ഉള്ളിൽ വേണം. ഞാൻ മുറിക്കപ്പെടേണ്ടവനാണ്, ഞാനൊരു അല്പമായിരിക്കേണ്ടവനല്ല. ഞാനിത് പങ്കുവെച്ച് പൊട്ടിച്ച് കഷ്ണം കഷ്ണമായി ഇത് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനാകുന്ന ഈ അപ്പം 5000-ങ്ങൾക്കും 10000-ങ്ങൾക്കും ആഹാരമായി മാറും, ജീവനായി മാറും. അതാണ് അവിടെ കാണിച്ചത്. ഒരു 5 അപ്പമേ ഉള്ളൂ, അതെടുത്ത് പിതാവിന് കാഴ്ചവെച്ചു.
അതുകൊണ്ട് 5000 പുരുഷന്മാർ മാത്രം ഭക്ഷിച്ചു. എന്നിട്ടും ബാക്കി വന്നു. അപ്പൊ അവര് മക്കളും കുട്ടികളും സ്ത്രീകളും കഴിച്ചത് വേറെ. അതെ, പിതാവിന്റെ കയ്യിലേക്ക് എന്നെ, ഞാനാകുന്ന അപ്പത്തെ വെച്ചു കൊടുക്കുമ്പോൾ പിതാവ് ഈ ഞാനാകുന്ന അപ്പത്തെ മുറിച്ച് അനവധിയല്ലാത്ത ജനങ്ങൾക്ക് കൊടുക്കും. അതുതന്നെയല്ലേ ഇന്ന് സംഭവിക്കുന്നത്. ഒരു വൈദികൻ തന്റെ ജീവിതം പിതാവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പിതാവ് ആ ജീവിതം എടുത്ത് പങ്കുവെക്കുന്നു. ഒരിടവകയിൽ 1500 വീട് അവിടെ 3 കൊല്ലം ജീവിച്ചു, അവർക്ക് പങ്കുവെച്ചു കൊടുത്തു. അടുത്ത് 3 കൊല്ലം വേറെ ഇടവകയിൽ പോയി, അവിടെ പങ്കുവെച്ചു കൊടുത്തു. അങ്ങനെ പങ്കുവെച്ച് അനവധിയായ മക്കൾക്ക് താനാകുന്ന ഈ ഒരു അപ്പത്തെ പകുത്ത് കൊടുക്കുന്നു. അവിടെയും വിമർശനങ്ങളുണ്ട്, അവിടെയും കുന്തമുനകളുണ്ട്, അവിടെയും ചമ്മട്ടിയുണ്ട്, അവിടെയും അപമാനത്തിന്റെ കുരിശുമരമുണ്ട്. വാസ്തവമാണ്, വേദനജനകമാണ്, പറയാൻ ആരുമില്ല. പകൽ കിട്ടിയ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി രാത്രിയിൽ വന്ന് പായയിൽ കിടക്കുമ്പോൾ ഈ പീഡനങ്ങൾ പങ്കുവെക്കാൻ സഹോദരങ്ങളില്ല, അപ്പനില്ല, അമ്മയില്ല, ഉറ്റപ്പെട്ടവരോ ഉടയവരോ ആരുമില്ല. പിന്നെ ആരോട് പങ്കുവെക്കും? ഞാൻ കണ്ടത് ഒരു കുരിശ് രൂപമാണ്. ഞാൻ ചോദിച്ചു, ഈ കൈയില്ലാത്ത കുരിശ് രൂപം എന്തിനാണ് ഈ കിടക്കയിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ പകൽ കിട്ടുന്നതെല്ലാം പങ്കുവെക്കാൻ ഒരാൾ വേണ്ടേ? ഞാൻ എൻ്റെ നാഥനെ കെട്ടിപ്പിടിച്ച് എല്ലാം പങ്കുവെക്കും. അതെ, അതാണ് വൈദികൻ. പുലർച്ചെ പ്രഭാതമുണരും മുമ്പ് ഉണർന്ന് ഒരുങ്ങി ബലിയർപ്പിക്കാൻ വരുന്നതിന് മുമ്പ് കുമ്പസാരക്കൂട്ടിൽ വരും. തൻ്റെ ദേശത്തിന്റെ, തൻ്റെ പ്രിയപ്പെട്ടവരുടെ, തൻ്റെ മക്കളുടെ ആവലാദികളും വേവലാദികളും കേൾക്കാൻ, അവരുടെ പാപാവസ്ഥയെക്കുറിച്ച് അറിയാൻ, അവർക്ക് പാപമോചനം കൊടുക്കാൻ, അവരെ ബലിവേദിയിലേക്ക് ഒരുക്കാൻ, അവരിൽ നിന്നും കിട്ടിയതെല്ലാം കൊണ്ട് അൾത്താരയിലേക്ക് കയറും. വിശുദ്ധ ബലിപീഠത്തിൽ പുത്രനോടൊത്ത്, തന്നെ വിളിച്ചവനോടൊത്ത് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കും. ഇതെന്റെ ദേശത്തിന്റെ, എന്നെ ഏൽപ്പിച്ച എന്റെ ജനത്തിന്റെ വേദനകളും ദുഃഖങ്ങളും പാപങ്ങളുമാണ്. പിതാവേ, മകനെ ഓർത്ത് ഇവരോട് പൊറുക്കണമേ എന്നപേക്ഷിക്കാൻ. അതാണ് വൈദികൻ. ആ വൈദികന്റെ ഉടുപ്പിന്റെ വിളമ്പ് തൊട്ടാൽ മതി നിനക്ക് രോഗശാന്തി ലഭിക്കും. ആ വൈദികന്റെ നയനങ്ങൾ നിന്റെ മേൽ പതിച്ചാൽ മതി നിന്നിൽ പശ്ചാത്താപമുണരും. അതായിരിക്കണം വൈദികൻ, അതായിരിക്കണം ഓരോ സമർപ്പിതനും. നാം ദൈവത്തിന്റെ സഭയെ ജെറുസലേമിലേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കാമെന്ന് വാക്കുകൊടുത്ത് ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ്. ദീർഘിപ്പിക്കുന്നില്ല. ആയതിനാൽ കലപ്പയിൽ കൈവച്ച് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. നമ്മൾ സ്വർഗരാജ്യത്തിന് യോഗ്യരാകേണ്ട വിശുദ്ധ തിരഞ്ഞെടുപ്പിന്റെ മക്കളാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ.
ആമേൻ.